ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. 2 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. 2 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ തൻ്റെ 2-ാം ലേഖനത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം ഓരോ നിമിഷവും മനസ്സിലാക്കി നമ്മുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ആ ഉദ്ദേശം ഓരോ നിമിഷവും ഉറപ്പാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. പത്രോസ് അപ്പോസ്തലൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഈ ലോകത്തിലെ 820 കോടി ജനം വരുമ്പോൾ അതിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് വേർതിരിക്കാതെ ചിലരായ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ്. ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നു ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത് എന്ന്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. നാം ആയിരിക്കുന്ന പട്ടണത്തിൽ, നാം ആയിരിക്കുന്ന ദേശത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളും അത്ഭുതങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് പറയുകയും അത് കാരണം അവരെ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുകയും ചെയ്യണം. നമ്മെ ദൈവം വിളിച്ചതിൻ്റെ 1-ാമത്തെ ഉദ്ദേശം സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. 2-ാമത്തെ ഉദ്ദേശം എന്തെന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. നിങ്ങളോ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. യേശുക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തൊട്ടു മുൻപുള്ള സമയത്ത് അന്ത്യകൽപ്പനയായി പറഞ്ഞ ഒരു ഭാഗമാണ് ഈ വാക്യം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതിൻ്റെ 2-ാമത്തെ ഉദ്ദേശമാണ് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത്. ദൈവം നാം ഓരോരുത്തരും ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന പട്ടണത്ത്, എവിടെ ആയിരുന്നാലും നാം മറ്റുള്ളവരിലേക്ക് നാം അറിഞ്ഞ സുവിശേഷത്തെ അറിയിക്കണം. ഇതാണ് ദൈവം നമ്മെ വിളിച്ചതിൻ്റെ 2-ാമത്തെ ഉദ്ദേശം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ ആരുടെ സുവിശേഷമാണ് അറിയിക്കണമെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കാണുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാനാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു, അതാകുന്നു സുവിശേഷം. നാം ഓരോരുത്തരും പട്ടണങ്ങളിലും തെരുവുകളിലുമെല്ലാം സുവിശേഷം അറിയിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. ദൈവം നമ്മെ വിളിച്ചത് പരമവിളിയാണ്. നമ്മുടെ കൂട്ടുകാർക്കോ സഹപ്രവർത്തകർക്കോ നമ്മുടെ നാട്ടുകാർക്കോ ഒന്നും ലഭിക്കാത്ത ആ പരമവിളിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും ആ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.